ഇന്ന് ആക്ച്വലി പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. എന്നാലും പലരും അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മോഡലാണ്. എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള പാഷനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. നമുക്കതിനകത്തുള്ള സയൻറ്റിഫിക് മോഡലുണ്ട്. ഓക്കെ, 800ഓളം ഔട്ട്കമ്മുകൾ മാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ധരിക്കുന്നത് ഏതെങ്കിലും ഡാൻസ് അക്കാഡമിയിലോ ചെസ് അക്കാഡമിയിലോ ആർട്ട് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനോ ഒക്കെ കോമ്പറ്റീഷൻസിന് വിടുകയോ കോച്ചിങ്ങിന് വിടുകയോ ചെയ്യുന്നതാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന്. യഥാർത്ഥത്തിൽ 2 തരത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. പലപ്പോഴും പാരൻസ് കൺഫ്യൂസ്ഡ് ആണ്. പാരൻസിന് അറിയാം മാത്സിൽ കുഞ്ഞിന് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഏത് ഹയർ എഡ്യൂക്കേഷനാണ് മോന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്, അതിനെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുവിധം സേഫായിട്ടുള്ള ഏത് പ്രൊഫഷനിലേക്ക് നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്താലായിരിക്കും ആൾ ഹാപ്പി ആയിട്ട് ആൾക്ക് ജീവിക്കാൻ പറ്റുക, ആളുടെ പാഷൻ ഏതാണ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും സാധിക്കുന്നില്ല, പാരൻസിനും സാധിക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 60ാമത്തെ വയസ്സിൽ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് വന്ന് നമുക്കിപ്പം KFCയുടെ ഓണർ എക്സാമ്പിളായിട്ടുണ്ട്, നമ്മുടെ ലീല ഹോട്ടലിൻ്റെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ എക്സാമ്പിളായിട്ടുണ്ട്. അദ്ദേഹം 67ാമത്തെ 69ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും വളരെ വൈകിയാണ് നമ്മൾ തന്നെ നമ്മുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുനാളിലെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് +2 ആകുമ്പോൾ തന്നെ ഇതാണ് ദിസ് ഈസ് ദ പ്ലേസ് ഹി ഹാസ് ടു ഗോ ഇൻ ദ ഫ്യൂച്ചർ, ഇതാണ് ആളുടെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ, ആളുടെ പ്രൈമറി മോട്ടിവേറ്റർ എന്താണ്, ആളുടെ പ്രൈമറി പേഴ്സണാലിറ്റി എന്താണ്. ഇത് സൈക്കോമെട്രിക് ടെസ്റ്റ് അനാലിസിസ് ഒന്നുമല്ല. ഈ സബ്ജക്റ്റുകളിലൂടെ ഒക്കെ കാര്യം നമ്മുടെ ഈ 800ഓളം ഡിഫറൻറ്റ് സ്കില്ലുകളെ മാപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അപ്പം വളരെ പ്രിസൈസ് ആയിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കുട്ടിയുടെ പാഷൻ എവിടെയാണെന്നുള്ളത്. ഈ പാഷനുമായിട്ട് കണക്ട് ചെയ്ത് അവർ ചെയ്യുന്ന ഇൻ്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റുകൾ, കാര്യം സബ്ജക്റ്റുകളുടെ റിലവൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കുറഞ്ഞു വരികയാണ്. സബ്ജക്റ്റുകൾ നമ്മളൊരു ഡിസിപ്ലിനായിട്ട് കാണാൻ പറ്റണം. ആ ഡിസിപ്ലിനിലൂടെ നമ്മൾ ആ സബ്ജക്റ്റിൽ ഒരു ഡീപ്പ് എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യാൻ പറ്റണം. സബ്ജക്റ്റിൻ്റെ കരിക്കുലർ ലിമിറ്റേഷൻസിന് അപ്പുറത്തേക്ക് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഡിഫറൻറ്റ് ലെൻസിലൂടെ ആ സബ്ജക്റ്റ് കാണാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ധരിക്കുന്നത് ഏതെങ്കിലും ഡാൻസ് അക്കാഡമിയിലോ ചെസ് അക്കാഡമിയിലോ ആർട്ട് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനോ ഒക്കെ കോമ്പറ്റീഷൻസിന് വിടുകയോ കോച്ചിങ്ങിന് വിടുകയോ ചെയ്യുന്നതാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന്. യഥാർത്ഥത്തിൽ 2 തരത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, അക്കാഡമിക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് നോൺ അക്കാഡമിക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. അത് ഇംഗ്ലീഷിന് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. 2, റൈറ്റ് ഫോണിക്സ് യൂസ് ചെയ്യണം, റൈറ്റ് ഗ്രാമർ യൂസ് ചെയ്യണം, വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണം. ക്രിയേറ്റീവായിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടും ലാംഗ്വേജിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് കുട്ടികൾക്ക് കൊടുക്കണം. റീഡിംഗ് ഹാബിറ്റ് വളരെ എൻഹാൻസ് ചെയ്യണം. വൊക്കാബുലറിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇഡിയംസിൻ്റെ യൂസേജ്, ഡിഫറൻറ്റ് ഫ്രേസസിൻ്റെ യൂസേജ്, അങ്ങനെ കുട്ടിയെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് എത്തിക്കണം, ടെഡെക്സിലേക്ക് എത്തിക്കണം. ഈ പബ്ലിക് സ്പീക്കിംഗ്, ടെഡെക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുട്ടിക്ക് ഒരു ട്രെയിനറാകാൻ പറ്റുക, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാകാൻ പറ്റുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസ് കൺവിൻസിങ്, കമ്മ്യൂണിക്കേഷൻ ഈസ് സെല്ലിങ്, കമ്മ്യൂണിക്കേഷൻ ഈസ് സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ ഒരു 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 ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ സെല്ലിംഗ് ആണ്. അപ്പോൾ ഒരാളിനെ സെല്ല് ചെയ്യാനായിട്ട്, ഒരു സ്റ്റോറിയായിട്ട് അത് പറയാനായിട്ട് പബ്ലിക് സ്പീക്കിങ്ങിന് പറ്റുന്ന, ഒരു ട്രെയിനറാകാൻ പറ്റുന്ന, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാകാൻ പറ്റുന്ന ഒരാളിനെ ഡെവലപ്പ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ഡീപ്പ് റൂട്ട് നമ്മൾ അറിയണം. അപ്പോൾ ഇംഗ്ലീഷിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അപ്പോൾ ഇംഗ്ലീഷിനെ ഡിഫറൻറ്റ് ലെൻസിലൂടെ നമ്മൾ കാണുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കണമെന്നുള്ളത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇംഗ്ലീഷിലൂടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണമെന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ഇംഗ്ലീഷിലൂടെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ പബ്ലിക് സ്പീക്കിങ്ങിന് ആ കുട്ടിയെ പ്രാപ്തനാക്കണമെന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. സ്റ്റോറി ടെല്ലിംഗ് അവനെ പ്രാക്ടീസ് ചെയ്യിക്കണമെന്നുള്ള മറ്റൊരു ഒബ്ജക്റ്റീവാണ്. സെല്ലിങ് പ്രാക്ടീസ് ചെയ്യിക്കണമെന്നുള്ള മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ആളിനൊരു സ്പീക്കർ ആക്കണമെന്നുള്ള മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ആളിനൊരു ക്രിയേറ്റീവ് റൈറ്റർ ആക്കണമെന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ഈ എല്ലാ ഒബ്ജക്റ്റീവ്സും ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ആകുന്നത്. ആ സമയത്താണ് ഇംഗ്ലീഷ് ഒരു ഡിസിപ്ലിനായി മാറുന്നത്. നമ്മളെപ്പോഴും ഇംഗ്ലീഷിനെ ഒരു ഡിസിപ്ലിനായിട്ട് കാണുന്നത് ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുക്കുമ്പോഴാണ്.
ആ സമയത്ത് മാത്രമേ. പക്ഷേ ആ സമയത്ത് ആലോചിച്ച് നോക്കിയേ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് BA ഇംഗ്ലീഷ് എടുത്തു. പക്ഷേ +2 വരെ ഇംഗ്ലീഷിലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടിയില്ല എങ്കിൽ ആൾക്ക് എവിടെയാ എത്താൻ പറ്റുക? അതുപോലെ ലിംഗ്വിസ്റ്റിക് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളിൽ കുട്ടികൾ പെർഫോം ചെയ്യണം. ഗ്ലോബൽ ആക്സെന്റിൽ കുട്ടികൾ സംസാരിക്കണം. അതിനകത്ത് ഡിബേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാനും ഡയലോഗ്സ് പറയാനും എലക്യൂഷൻ പോലുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനും പെർസുവേഷൻ, ആർട്ട് ഓഫ് പെർസുവേഷൻ ഈസ് ആൾസോ പാർട്ട് ഓഫ് ഇംഗ്ലീഷ്. ആ പെർസുവേസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷണൽ ഇംഗ്ലീഷിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടും വളരെ ഒതൻറ്റിക് ആയിട്ടും കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുക. ഈ എല്ലാ കാര്യങ്ങളും ചേരുമ്പോഴാണ് ഇംഗ്ലീഷ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 20ൽ കൂടുതൽ ബുക്കുകളാണ് ഇംഗ്ലീഷിന് മാത്രം DS ഫോളോ ചെയ്യുന്നത്. ഉം. അപ്പോൾ ഇത് കുട്ടികൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കണമെങ്കിൽ അതിനെ നമ്മൾ പല രീതിയിലും എക്സ്പീരിയൻഷ്യൽ ആക്കണം. ഇത് ഞാൻ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യമാണ് ആ. പറഞ്ഞത്. ഇതുപോലെയാണ് മാത്സ്, ഇതുപോലെയാണ് സയൻസ്, ഇതുപോലെയാണ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സ്, ഇതുപോലെയാണ് ജനറൽ നോളജ്, ഇതുപോലെയാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, ഇങ്ങനെ എല്ലാ ടെക്നോളജി, STEM, ഇതെല്ലാം കൂടെ ചേർന്നിട്ട്. കാര്യം നമുക്കറിയില്ല ഈ കുട്ടിയുടെ റിയൽ പാഷൻ എന്താണെന്ന്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ഫ്രണ്ടിൽ ഒരു 100 ഡിഷ് വെച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ് ഇതിലേതാ ഇഷ്ടമെന്ന് ചോദിച്ചാൽ, ഇത് ഓരോന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇഷ്ടം അറിയാൻ പറ്റും. അപ്പോൾ ഈ കുഞ്ഞുനാളിൽ ഇതൊരു ഇൻവെർട്ടഡ് ഫണൽ പോലെയാണ്. ഉം. നമ്മൾ ധാരാളം കാര്യങ്ങൾ അവർക്ക് കൊടുത്ത് അതിലൂടെ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ താഴത്തെ പോർഷൻ ആ ഫണലിലേക്ക് ആക്ച്വൽ പാഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒരു സൂപ്പർ കരിക്കുലർ ബിൽഡ് ചെയ്ത് അതിൽ ഡീപ്പ് എക്സ്പെർട്ടീസ് കൊടുക്കണം. ആ എക്സ്പെർട്ടീസിനെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ 3ആയിട്ടാണ് പറയുന്നത്. ഒന്ന് ഐ ഷേപ്ഡ് എക്സ്പെർട്ടീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഐസിക്കിൾ എക്സ്പെർട്ടീസ് എന്ന് പറയും. ഐ ഷേപ്ഡ് എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുക്കിംഗ് ആണ് പാഷനെങ്കിൽ കുക്കിംഗ് ഇത് ചെയ്യുന്നു, ആളിനെ ഒരു ഷെഫ് ആക്കുന്നു. ആൾക്ക് ലൈഫ് ലോങ് ആൾക്ക് ഉപജീവന മാർഗം കുക്ക് ചെയ്തിട്ടാണ്. ഉം. നാളെ റോബോട്ട്സ് വരികയാണ്, റോബോട്ട്സ് ഡിഫറെൻറ്റ് ഡിഷസ് കുക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ റോബോട്ടിക് അതെ ഷെഫുണ്ട്. അതെ. അപ്പോൾ കുക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആളുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾ പിന്നെ എവിടെയായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുക? കാര്യം ആൾക്ക് ആകപ്പാട് അറിയാവുന്ന തൊഴിൽ കുക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചലഞ്ച്. അതാണ് ഞാൻ പറഞ്ഞത് 3 വർഷത്തിൽ കൂടുതൽ ഒരു സ്കില്ല് വെച്ചിട്ട് ഒരാൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ 3 വർഷം കൊണ്ട് തന്നെ ഈ സ്കില്ല് കൊണ്ട് എന്താണോ മനുഷ്യർ ചെയ്യുന്നത് ആ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഒരു ഓൺട്രപ്രണർ കൊണ്ടുവരും. പണ്ട് 100 വർഷത്തിൽ ഒരു ഇന്നൊവേഷനാണ് നടന്നതെങ്കിൽ ഇന്ന് ഒരു ദിവസം 100ൽ കൂടുതൽ ഇന്നൊവേഷൻസ് നടക്കുന്നു. ഓരോ ഇന്നൊവേഷനും തൗസൻഡ്സ് ഓഫ് ജോബ്സിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇത് നല്ലതാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ തന്നെ കൺഫ്യൂസ് ആയി. ഇനി നാളെ മനുഷ്യർ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ഒരാൾക്കും പട്ടിണി ഉണ്ടാവില്ല. കാര്യം അത് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യും. ഒരാൾക്കും താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഷെൽട്ടറും ഗവൺമെൻറ് കൊടുക്കും. പക്ഷേ ആൾക്കാർ എവിടെ എൻഗേജ്ഡ് ആകും? എങ്ങനെ മനുഷ്യൻ ടൈം ചെലവഴിക്കും? ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുകയാണ്. 100 വയസ്സ് വരെ ജീവിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരുപാട് നാഷണൽ ഇൻസെക്യൂരിറ്റിയിലേക്ക് ഈ പ്രൊഡക്റ്റീവ് അല്ലാത്ത, എംപ്ലോയിഡ് അല്ലാത്ത ഒരു വലിയ പോപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുന്നിൽ കണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വളരെ വലിയ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തണം. അപ്പോൾ പാഷൻ എന്ന് പറയുന്നത്, ഒരു പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഐ ഷേപ്ഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് T ഷേപ്ഡ് ആണ്. അതായത് ഒരു ഡീപ്പ് ഇൻട്രസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും മൾട്ടിപ്പിൾ ഏരിയാസിൽ നോളജും അവയർനെസ്സും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാഷനെ എടുത്തിട്ട് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ കുക്ക് ചെയ്യുന്ന ആളിന് നാളെ പെയിൻറ്റിങ്ങും അറിയാമെന്ന് വിചാരിക്കുക. പെയിൻറ്റിങ് അറിയാം, പെയിൻറ്റിങ്ങിൽ ഒരു ബിസിനസ്സൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുക്കിങ്ങിൽ ഡീപ്പ് എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് ആ എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്യാൻ ആളെടുത്ത എക്സ്പീരിയൻസിനെ ആൾക്ക് മറ്റൊരു ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് ആൾക്ക് സർവൈവ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കോം ഷേപ്ഡ് എന്ന് പറയും. മൾട്ടിപ്പിൾ പാഷൻസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. കാര്യം എന്താ? നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട മില്യനേഴ്സിനെയാണ്. നമ്മൾ മിയർ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ലോ പ്രൊഫൈൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്ത് കടവും ബാധ്യതയും ലോണുകളുമായിട്ട് കഷ്ടപ്പെട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെ ജീവിക്കുന്ന ഒരു പോപ്പുലേഷനെ അല്ല DS-ന് ഡെവലപ്പ് ചെയ്യേണ്ടത്. DS-ന് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇന്ത്യൻ എക്കണോമിയിൽ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള, ഗ്ലോബൽ സിറ്റിസൺസ് ആയിട്ടുള്ള, ഹൈ ഇൻകം സ്കില്ലുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയീസിനെയോ ഹൈ ലെവൽ എംപ്ലോയീസിനെയോ, അല്ലെങ്കിൽ വളരെ സസ്റ്റൈനബിളായിട്ടും ഇമ്പാക്റ്റ്ഫുള്ളായിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പാഷൻ പ്രണേഴ്സിനെയോ. പാഷൻ പ്രണേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട എബിലിറ്റീസ് ഉണ്ടാവും. സപ്പോസ് എന്തെങ്കിലും ഒരു 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 പ്രോബ്ലം കാരണം
അത് ചിലപ്പോൾ ലോക്കൽ പ്രോബ്ലം ആയിരിക്കാം, ഗ്ലോബൽ പ്രോബ്ലം ആയിരിക്കാം, ക്ലൈമറ്റിക് കണ്ടീഷൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ഡിസാസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആൾക്ക് തൊട്ടടുത്ത നിമിഷം ആളുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് ആൾക്ക് മറ്റൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആളൊരു ഓതർ ആണെങ്കിൽ, ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, ഒരു സ്പീക്കർ ആണെങ്കിൽ, ഒരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ ആ രീതിയിലൊക്കെ റോയൽറ്റി കിട്ടും, റെമ്യൂണറേഷൻ കിട്ടും. ആളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അതിനൊരു റോയൽറ്റി കിട്ടും. അപ്പോൾ ഇന്ന് ഹ്യൂമൻ ക്യാപിറ്റലിനെ, നമ്മുടെ ഫ്യൂച്ചർ ഹ്യൂമൻ ക്യാപിറ്റലിനെ എത്രത്തോളം സേഫായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഒരു റീപ്ലേസ്മെൻറ്റിൽ പെട്ടാൽ മറ്റൊരു സോഴ്സ് വഴി എങ്ങനെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം, അതിലേക്ക് കൂടെ നയിക്കുന്ന മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പാഷൻ പ്രണേഴ്സിനെയാണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് സ്കൂൾ എഡ്യൂക്കേഷന് വലിയൊരു റോളുണ്ട്, എസ്പെഷ്യലി 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ പാഷൻ ഐഡൻറ്റിഫിക്കേഷൻ്റെ കാര്യം, അതിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ഒരു പേഴ്സണൽ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. ഇന്നത്തെ പാരൻസിൻ്റെ ഒരു വലിയ കൺസേൺ ആണ്, ഇത്രയധികം കുട്ടികളുണ്ട്, ഒരു ടീച്ചറായിരിക്കും ഇത്രയും പേരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇൻഡിവിജ്വലി അവരെ കുറിച്ചിട്ട് അവർക്കെങ്ങനെ, അത് ഇപ്പം പാഷൻ്റെ കേസ് മാത്രമല്ല, അല്ലാതെ പഠിത്തത്തിൻ്റെ കേസാണെങ്കിൽ കൂടി അവർക്ക് സഡൻ സബ്ജക്ട്സ് ഒന്നും അറിയില്ല. ഒരുപാട് കുട്ടികൾക്ക് ഇന്നത് അറിയില്ല. അപ്പം ഈ ഒരു പാഷൻ ഐഡൻറ്റിഫിക്കേഷൻ അതെങ്ങനെ അത് പോസിബിൾ ആവുന്നു? ഒരു അക്കാഡമിക്സേ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? എനിക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചു, അദ്ദേഹം എന്തുകൊണ്ട് മാത്സോ സയൻസോ എടുത്ത് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആയില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഹിസ്റ്ററി ആണോ എക്കണോമിക്സ് ആണോ, അദ്ദേഹം എടുത്ത ഹിസ്റ്ററി ആണെന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിസ്റ്ററി എടുത്തത്, എന്തുകൊണ്ട് മാത്സോ സയൻസോ എടുത്തില്ല? അദ്ദേഹത്തിന് സയൻസിനും മാത്സിനും 100 മാർക്ക് ഉണ്ടായിരുന്നു, ഹിസ്റ്ററിക്ക് 100 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഐ നോ ഹൗ ടു ക്രാക്ക് ദ എക്സാം ബട്ട് മൈ പാഷനേറ്റ് സബ്ജക്റ്റ് ഈസ് ഹിസ്റ്ററി. അപ്പോൾ പലപ്പോഴും നമ്മൾ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പറയുക, അല്ലെങ്കിൽ സ്കൂൾ പറയുക, കുഞ്ഞിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ആയിരിക്കും പറയുക. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് അല്ല പാഷനേറ്റ് സബ്ജക്റ്റ്. ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞാലും ആ സബ്ജക്റ്റിനകത്ത് സബ്ജക്റ്റിനപ്പുറത്തേക്ക് ഡിഫറൻറ്റ് ലെൻസിലൂടെ ആ സബ്ജക്റ്റിനെ കാണാൻ പറ്റുകയും ആ സബ്ജക്റ്റിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആർ ഗിവിങ് എക്സ്പോഷർ ടു ദ സബ്ജക്റ്റ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന കരിക്കുലർ സബ്ജക്റ്റിൻ്റെ എക്സ്പോഷറാണ് പബ്ലിക് സ്പീക്കിംഗ്. ആ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഓക്കെ, അത്തരത്തിൽ ഇംഗ്ലീഷിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുട്ടിക്ക് സാധിച്ചാൽ, മാത്സിന് 100 മാർക്ക് കിട്ടിയതിലല്ല, മാത്സിനകത്ത് പ്രോജക്റ്റുകൾ ചെയ്യാനും പസിൽസ് സോൾവ് ചെയ്യാനും ലോജിക്കൽ, അനലിറ്റിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ പാഷനേറ്റ് ആയിട്ട് ഇരുന്ന് അത് വളരെ ഒരു ഹാബിറ്റായിട്ടിരുന്ന് ക്രാക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടാവും. പസിൽസ് സോൾവ് ചെയ്യുക, ഓക്കെ, അത്തരത്തിൽ ഡൈവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുക, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ആ ഒരു ന്യൂറൽ ട്രെയിനിങ്ങിലൂടെ അവർക്കതൊരു ഹാബിച്വലായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് അതിനകത്ത് കൂടുതൽ പാഷൻ അവർ കാണിക്കുമ്പോഴാണ് നമുക്ക് പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് സിലബസ് മാത്രം പഠിപ്പിച്ച്, സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ച്, പരീക്ഷയുടെ മാർക്ക് നോക്കി ഒരാളുടെ പാഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഇയാൾക്കൊരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നറിയണമെങ്കിൽ ആ സബ്ജക്റ്റുകളിൽ പ്രോജക്റ്റുകൾ ചെയ്യിക്കണം, പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യിക്കണം, സബ്ജക്റ്റുകളെ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്റ്റുകളും ഇൻ്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റുകളും ചെയ്യണം. ഈ സബ്ജക്റ്റിൻ്റെ ബൗണ്ടറീസിനെ ഡിസോൾവ് ചെയ്തുകൊണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് അക്വയർ ചെയ്യുന്ന നോളജിനെ യൂസ് ചെയ്തിട്ട് വലിയ മൂൺ ഷോട്ട് പ്രോജക്റ്റുകൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് തിങ്ക് ചെയ്യാൻ പറ്റാത്ത, എലൻ മസ്ക് അഗെയിൻ ഈസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, സാധാരണ മനുഷ്യർ തിങ്ക് ചെയ്യുന്ന പോലെയല്ല അദ്ദേഹം തിങ്ക് ചെയ്യുന്നത്. അത്തരത്തിൽ തിങ്ക് ചെയ്യുന്ന ജീനിയസുകളെയാണ് ഇനി വേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സാധാരണ മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന ക്ലറിക്കൽ, റൊട്ടീൻ, റിഡൻഡൻറ്റ്, റിപ്പറ്റേറ്റീവ് ടാസ്കുകൾ ചെയ്യാനായിട്ടൊന്നും ഇനി മനുഷ്യരെ ആവശ്യമില്ല. നമ്മൾ കാൽക്കുലേറ്റർ വന്നതിന് ശേഷം നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെട്ടിരുന്ന് കൂട്ടിയിട്ടുണ്ടോ? നമ്മൾ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഏതെങ്കിലും ഫോൺ നമ്പേഴ്സ് നമ്മൾ ഓർത്തിരിക്കാറുണ്ടോ? കാര്യം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യമല്ല നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. പകരം ഫ്യൂച്ചറിൽ ഏത് ഇൻഡസ്ട്രി വന്നാലും നമുക്കാർക്കും, എനിക്കോ താങ്കൾക്കോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചറിൽ ഏതാ ഇൻഡസ്ട്രി വരുന്നതെന്ന്. ഏത് ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാലും അവിടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫറബിൾ സ്കിൽസ്, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ട്രാൻസ്ഫറബിൾ സ്കിൽസാണ് നമ്മൾ കൂടുതലായിട്ട് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. മീൻ ടൈം ടെക്നോളജിയെ ഒഴിവാക്കാൻ പറ്റില്ല, ലാംഗ്വേജിനെ ഒഴിവാക്കാൻ പറ്റില്ല,
അപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് 3 ഏരിയ. അതിനെ എല്ലാ സബ്ജക്റ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ തിങ്ക് ചെയ്യുന്ന വൺ ഈസ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ ആൻഡ് പ്രൊഫിഷ്യൻസി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തു, ഒരു പ്രോഡക്റ്റ് പിച്ച് ചെയ്തു. ഹി ഈസ് റെപ്രസെൻറ്റിങ് ഹിസ് പ്രോഡക്റ്റ് യൂസിങ് ഹിസ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് അല്ലേ? അപ്പോൾ ആ ലാംഗ്വേജിലൂടെ ഒരു ഇൻവെസ്റ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഇൻ എ വെരി നൈസ് വേ ത്രൂ സിമ്പിൾ ബട്ട് ലേസർ ഫോക്കസ്ഡ് പ്രസൻറ്റേഷൻ. അപ്പോൾ അവിടെ ആ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പെർസ്വേസീവായിട്ട് അതിനെ പിച്ച് ചെയ്യാനായിട്ട് പറ്റണം വിത്ത് കൺവിൻസിങ് ഫിഗേഴ്സ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യരുത്. മെയിൻ ടൈം ഇൻ എ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേ. അപ്പോൾ ഇവിടെ എല്ലാം ദ ഇൻഫ്ലുവൻസ് ഈസ് വിത്ത് ദ ലാംഗ്വേജ്. ദെൻ ലോജിക് ടു സോൾവ് എ പ്രോബ്ലം. ദെൻ ഡിസൈൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈവൻ മാത്തമാറ്റിക്സ് പോലും ഈ ഒരു സ്ട്രക്ചറിലല്ല ഇനി മനുഷ്യർ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇമാജിനേറ്റീവ് മാത്തമാറ്റിക്സ് എന്ന് പറയും. ഇറ്റ്സ് നോട്ട് ദ കൺവെൻഷണൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഓർ കാൽക്കുലേഷൻസ് ഓർ ഈക്വേഷൻസ്. ഇറ്റ്സ് ഇമാജിനേറ്റീവ് മാത്തമാറ്റിക്സ് ടു ഡെവലപ്പ് എ ഫ്രെയിം വർക്ക് ഫോർ എ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലേക്കുള്ള ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ. കാര്യം ഇനി ഒരു സബ്ജക്റ്റും ആ സബ്ജക്റ്റിൻ്റേതായിട്ടുള്ള രീതിയിൽ നിലനിൽക്കില്ല. ബയോളജിയും ടെക്നോളജിയും കൂടെ ചേർന്നിട്ട് ബയോടെക്നോളജി, ഓക്കെ, സ്പേസും ടെക്നോളജിയും കൂടെ ചേർന്നിട്ട് സ്പേസ് ടെക്നോളജി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റും അങ്ങനെ ആ സബ്ജക്റ്റിനായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. ആ സബ്ജക്റ്റിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇമാജിനേറ്റീവ് മാത്തമാറ്റിക്സ് ആൻഡ് ടെക്നോളജി വിത്ത് AI. ഈ സബ്ജക്റ്റുകൾ മുഴുവനും ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് നമ്മളിനി ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ആർട്ട് ഉണ്ടാകാം, ആർട്ട് മീൻസ് ഡിസൈൻ ഉണ്ടാകാം, ഓക്കെ, ഇമാജിനേറ്റീവ് മാത്തമാറ്റിക്സ് ഉണ്ടാകും, ദെൻ ടെക്നോളജി വിത്ത് AI. ഇത് മൂന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇനി എല്ലാ നോളജും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ടാഞ്ചിബിളായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഇൻ്റർ ഡിസിപ്ലിനറി പ്രോജക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കുഞ്ഞുനാൾ മുതൽ തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി പ്രോജക്ട്സ് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് സബ്ജക്റ്റിൽ നിന്ന് അവർ ക്യാപ്ചർ ചെയ്യുന്ന നോളജിനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ ഡൈവർജൻ്റായിട്ട് തിങ്ക് ചെയ്ത് ഡിഫറെൻറ്റ് ലെൻസിലൂടെ തിങ്ക് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സബ്ജക്റ്റുകളിലൂടെ അവരെ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇൻഹറൻ്റായിട്ട് ഓൺട്രപ്രണറിയൽ സ്കിൽസ് അവരിൽ ഓർഗാനിക്കായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സാധനമല്ല. ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് ഹാബിച്വലായിട്ട് അവരുടെ ക്യാരക്ടറിൻ്റെ പാർട്ടായിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഒരു ഓൺട്രപ്രണർ ആകാനായിട്ട് സാധിക്കും. ഇപ്പം എപ്പാർട്ട് ഫ്രം നമ്മുടെ അക്കാഡമിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാഷൻ ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതല്ലാതെ കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് DSൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഇന്ന് അതാണല്ലോ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യം. അതെ. പ്രത്യേകിച്ച് ഡ്രഗ്സ്, കെമിക്കൽസ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വളരെ പാനിക്കാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഈവൻ സ്കൂൾ ലെവലിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഗേജ്മെൻ്റ് ഇല്ലാണ്ട് വരുമ്പോൾ, ജോബുകൾ ഇല്ലാണ്ട് വരുമ്പം ധാരാളം ആൾക്കാർ ഇതിൻ്റെ ഏജൻ്റായിട്ട് മാറുന്നു. കാര്യം അവർക്ക് എൻഗേജഡ് ആകണം, അവർക്ക് മണി ഏൺ ചെയ്യണം. മണി ഏൺ ചെയ്യാനായിട്ട് അവർക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജോബില്ല. ജോബ് ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കാണ് ഇതിലെല്ലാം അവർ പോയി എൻഗേജ്ഡ് ആകുന്നത്. അതിൻ്റെ വിക്ടിംസായിട്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് പീപ്പിൾ വിത്ത് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് DSൻ്റെ ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ യൂസ് ചെയ്തൊരു ടേമാണ് സ്പിരിച്വാലിറ്റി. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ക്യാപ്ഷൻ വേൾഡിലെ നമ്പർ 1 മാഗസീനായിട്ടുള്ള ഫോബ്സ് മാഗസീൻ, അമേരിക്കയിലെ ഫോബ്സ് മാഗസീൻ, അതിൻ്റെ കവർ പേജിൽ വന്ന ഒരു ക്യാപ്ഷനാണ് ഇൻകോർപ്പറേറ്റിംഗ് സ്പിരിച്വാലിറ്റി ഇൻ ടു ദ ബിസിനസ് ഈസ് ദ കീ ടു സക്സസ് എന്ന് പറഞ്ഞിട്ട്. അതായത് സ്പിരിച്വാലിറ്റി ബിസിനസ്സിനകത്ത് ഉണ്ടെങ്കിലേ ആ ബിസിനസ് സർവൈവ് ചെയ്യുള്ളൂ, സസ്റ്റെയിൻ ചെയ്യുള്ളൂ, സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇത് തന്നെയാണ് ഓരോ മനുഷ്യരുടെയും കാര്യം. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടോ, എത്ര ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടോ, എത്ര വലിയ ജോബ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ, എത്ര ഇൻകം ഏൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ നമ്മൾ സക്സസ്ഫുൾ ആകണമെന്നില്ല. നമ്മളിലൊരു സ്പിരിച്വാലിറ്റി വേണം. എഗെയിൻ, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് എനി റിലീജിയൻ. എല്ലാ റിലീജിയനും പഠിപ്പിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. അത് ഒരു റിലീജിയനെ ഞാൻ കണക്ട് ചെയ്തല്ല പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വാല്യൂസാണ്. കമ്പാഷൻ, ടോളറൻസ്, എംപതി, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഈ പറയുന്ന നമ്മുടെ ഫർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അവോയ്ഡിങ് ബ്ലെയിംസ്, ഗോസിപ്സ് ആൻഡ് കംപ്ലയിൻസ്, അവോയ്ഡിങ് ഡോഗ്മാറ്റിസം, ഇതെല്ലാം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ പാർട്ടാണ്. ഈ സ്പിരിച്വാലിറ്റിയാണ് ആക്ച്വലി നമ്മളൊരു ക്യാരക്ടർ എഡ്യൂക്കേഷനിലൂടെ കുട്ടികളിൽ കൊണ്ടുവരേണ്ടത്. എങ്ങനെയാണ് പ്രൊഫഷണലായിട്ടൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്,
എന്തുകൊണ്ട് കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കാതെ പ്രൊഫഷണലായിട്ട് നമ്മൾ എടുക്കണം? നമുക്ക് പലപ്പോഴും വെഞ്ചിയൻസ് തോന്നുന്നത്, ഒരാളിനോട് റിറ്റാലിയേഷൻ തോന്നുന്നത്, വളരെ ഈ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആകും. പെട്ടെന്ന് ആംഗ്രി ആകും. ഓക്കെ. ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അവിടെയും അതിൻ്റെ ട്രെയിനിങ് വേണം.